ഇതൊരു ഷോയാണ് മക്കളെ. അനീഷ് അയാളുടെ തറവാട്ടിലെ പ്രശ്നങ്ങളല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. അനീഷിന്റെ വീട്ടിലെ കുടുംബ പ്രശ്നമല്ല ചർച്ച ചെയ്യുന്നത്. അയാളുടെ നാട്ടിൽ ഓണത്തിന് നടക്കുന്ന അടിയല്ല ചർച്ച ചെയ്യുന്നത്. പക്ക ഈഗോ പിടിച്ച പക്ക കള്ളന്മാരായിട്ടുള്ള ഷാനവാസിനെ പോലുള്ള എല്ലാ അഭിനയങ്ങളും സ്ട്രാറ്റജിയും അരച്ച് ഗുണിച്ച് പഠിച്ച കുറച്ച് കള്ളന്മാരുടെ ഇടയിലായിട്ടാണ് അനീഷ് വന്നത്. അയാളുടെ ഗെയിം സ്ട്രാറ്റജി കാണിക്കും. മലയാളം ബിഗ് ബോസിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഓരോ സീസണിലും വിജയിച്ചവരെല്ലാം നല്ല ശുദ്ധ കള്ളന്മാരാണ്. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി, അയ്യോ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നേ ഒന്ന്. ഈ പറഞ്ഞ അലറൽ, ടോക്സിക്, ചവിട്ടുകീറൽ, സാബുമോൻ, സകലകലാവല്ലവൻ, അഖിൽമാരാർ. എന്നാൽ സദാചാര അമ്മാവന്മാരുടെ ഏറ്റവും എക്സ്ട്രീം വെർഷൻ. ഒരു 50 വയസ്സിന് മേലുള്ള അമ്മമാരും അപ്പന്മാരും അപ്പൂപ്പന്മാരും എല്ലാം അവരെ എല്ലാം കയ്യിലെടുത്തുകൊണ്ട് അവരുടെ ഫുൾ സപ്പോർട്ട് മേടിച്ച് കപ്പടിച്ച അഖിൽമാരാർ ജയിച്ച സീസണാണോ ഇത്? ഒരു മണ്ടനായിട്ട് വന്ന് എന്നെ എല്ലാവരും ആക്രമിക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞ ജിൻഡോയുടെ സീസണാണോ ഇത്? അയാൾ ശരിക്കും ഒരു മണ്ടനായിരുന്നു, അത് വേറെ കാര്യം. പക്ഷെ അയാൾക്ക് കിട്ടി, അയാളെ ഓടിച്ചിട്ടടിക്കുമല്ലായിരുന്നു മൊത്തം ആൾക്കാർ. അത് അയാളുടെ ഗെയിം സ്ട്രാറ്റജിയാണോ? ഓരോരുത്തരും ഓരോ ഗെയിം സ്ട്രാറ്റജി ആയിട്ട് തന്നെയാണ് വന്നത്, അല്ലാതെ ആരുടെയും തറവാട്ട് വീട്ടിലല്ല വന്നത്. ഇവിടെ പലരും ചോദിക്കുന്നുണ്ട്, അനീഷ് ഒരു കോമണർ അല്ലേ, ഗോപിക ഒരു കോമണർ അല്ലേ, എന്താ ഗോപികയ്ക്ക് സപ്പോർട്ട് കൊടുക്കാതെ അനീഷിന് ഞാൻ സപ്പോർട്ട് കൊടുക്കുന്നത്? ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ജാൻമണി ഒരു ട്രാൻസ്ജെൻഡർ അല്ലേ? അതേ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നതല്ലേ നാദിറ? എന്തുകൊണ്ട് നിങ്ങൾ നാദിറ ഇഷ്ടപ്പെട്ടു? അപ്പൊ കമ്മ്യൂണിറ്റി അല്ല, കോമണർ അല്ല. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഗെയിം സ്ട്രാറ്റജി, ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു കഴിവ്. അനീഷ് എന്ന ഒരു പാവപ്പെട്ടവനെ ആദില നൂറമാർ തുടർച്ചയായി ആക്രമിക്കുമ്പോൾ, അയാളുടെ പുറത്ത് നോക്കി ഇടിക്കുമ്പോൾ, അയാളെ വൃത്തികെട്ട രീതിയിൽ വൃത്തികെട്ട ഭാഷയിൽ അഭിസംബോധന ചെയ്യുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഭാവം പ്രേക്ഷകരുണ്ടോ? ഇനിയിപ്പോൾ സാബുമോനല്ല, അവൻ്റെ അപ്പൻ്റെ മോൻ വന്നാലും അനീഷ് എന്ന് പറഞ്ഞ ഗെയിമർ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി ഇറക്കിയിട്ട് തീർക്കും. കൊന്നു വിടമാട്ടെ.